ഗായ്സ്, അപ്പോൾ ഇന്ന് ജനുവരി 1 ആണ്, ന്യൂ ഇയർ ഡേ ആണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ലണ്ടനിലെ വിന്റർ വണ്ടർലാൻഡിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ഫ്രീ ആണ്. വിന്റർ വണ്ടർലാൻഡ് ഫ്രീ എൻട്രി ആണ്, എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ്. പക്ഷേ ഇതിനുള്ള എല്ലാ റൈഡ്സിനും കാശ് കൊടുക്കണം, അതുപോലെ എല്ലാ ഗെയിംസിനൊക്കെ കാശ് കൊടുക്കണം. ഇപ്പം നമ്മൾ ജയന്റ് വീലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 12 പൗണ്ടാണ് ജയന്റ് വീല്. അതുപോലെ നല്ല കോസ്റ്റ്ലിയാണ് ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും. ബട്ട് ഇതൊക്കെ ഒരു ലൈഫിൽ വൺ ടൈം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വർത്താണ്. ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് വിന്റർ വണ്ടർലാൻഡ്. ആ വിദൂരതയിൽ കാണുന്നതാണ് ലണ്ടനിലെ വിന്റർ വണ്ടർലാൻഡ്. ആക്ച്വലി ഹൈഡ് പാർക്ക് എന്ന് പറയുന്ന ലണ്ടനിലെ ഏറെക്കുറെ 300 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ പാർക്കിലാണ് യൂഷ്വലായിട്ട് ഈ വിന്റർ വണ്ടർലാൻഡ് ഇവർ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ബുക്ക് ചെയ്ത ടൈം സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 2 to 4 എൻട്രി ആയിരുന്നു. ഏറെക്കുറെ 4 ഒക്കെ ആയി കഴിയുമ്പോഴാണ് ഇവിടെ നൈറ്റ് ആവുന്നത്. ഇപ്പോൾ അതിനുശേഷമുള്ള ആ ലൈറ്റോട് കൂടിയുള്ളൊരു വ്യൂ ഒക്കെയാണ് വിന്റർ വണ്ടർലാൻഡിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും വന്നത്. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ കാണിച്ചു തരാം. ഞാനെണ്ണില്ല. ഈ വിന്റർ വണ്ടർലാൻഡിൽ ആദ്യമായിട്ട് കയറിയ റൈഡ് ഇതായിരുന്നു. വളരെ സ്ലോയിൽ തുടങ്ങി വേറെ ലെവലിൽ അവസാനിച്ച ഒരു റൈഡ് തന്നെയായിരുന്നു അത്. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. അയ്യോ ഭ്രാന്തൻ, അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ അച്ചോ. ഈ റൈഡ്സ് കൂടാതെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ ഗെയിംസ് ആൻഡ് ആർക്കേഡ് സെക്ഷനാണ്. വളരെ സിമ്പിൾ ഗെയിംസ് ആണ്, പക്ഷേ ജയിക്കാനുള്ള ചാൻസ് വളരെ റെയർ ആയിട്ടുള്ള ഗെയിംസും ആണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 4 പൗണ്ട് 5 പൗണ്ട് 6 പൗണ്ട് ഒക്കെയാണ് ഒരു ചാൻസിന് തന്നെ. അപ്പോൾ ഈ ഷോപ്പിൽ നിൽക്കുന്ന ചേട്ടൻ, അതായത് ഈ ആർക്കേഡിൽ നിൽക്കുന്ന ചേട്ടൻ ഒരു മലയാളിയായിരുന്നു, ട്രിവാൻഡ്രംകാരൻ എന്തോ ആണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ നമ്മൾക്ക് ചാൻസ് ഒക്കെ തന്ന്, അതായത് പ്രാക്ടീസ് ചെയ്തോനൊക്കെ ചാൻസ് തന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മൾ സ്കോർ ചെയ്തു. ടു ബി ഫ്രാങ്ക്, നമ്മുടെ കയ്യിലുള്ള കാശ് കളയാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ആർക്കേഡ്സ്. റൈഡിൽ കയറിയ ഒരു സുഖമെങ്കിലും കിട്ടും. സോ ഇനി ഗെയിമുകൾ കാശ് കളയുന്നില്ല എന്ന തീരുമാനത്തോടെ പലരും പല റൈഡുകൾ കീഴടക്കാനായി പോയി. ആ സ്റ്റാർ ഫ്ലയർ അല്ലെങ്കിൽ ഡ്രോപ്പ് ടവർ എന്നൊക്കെ പറയുന്ന റൈഡിൻ്റെ എക്സ്പീരിയൻസ് നൈസൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്, ഒടുക്കം ഞങ്ങളുടെ ചെല്ലത്തെ കണ്ടുമുട്ടി, ദി ജയന്റ് വീൽ. ഇപ്പോൾ ജയന്റ് വീലിൽ കയറാതെ എങ്ങനെയാണ് വിന്റർ വണ്ടർലാൻഡ് യാത്ര പൂർണ്ണമാകുന്നത്? ഞങ്ങളൊക്കെ അവിടെ നിന്ന് വരുമ്പോഴേ പ്ലാൻ ചെയ്തതാണ് ജയന്റ് വീലിൽ കയറണം എന്നുള്ളത്. നല്ല വലിയൊരു ക്യൂ തന്നെ നിന്നിട്ടാണ് ഞങ്ങൾ ഒരുവിധം ഇവിടെ എത്തിപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേര് വെയിറ്റ് ചെയ്യുന്നതും ഈ ജയന്റ് വീലിൽ കയറാൻ തന്നെയാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനും വെയിറ്റിങ്ങിനും ക്യൂ നിപ്പിനൊക്കെ ശേഷം ജയന്റ് വീലിലൊന്ന് കയറി കിട്ടി. പക്ഷെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മഴ പെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലാസ്സസ് ഒന്നും ക്ലിയർ അല്ല. ഒരു വൈപ്പർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു നിമിഷമായിരുന്നു ആക്ച്വലി ഇത്. ഈ കാണുന്നതാണ് ലണ്ടൻ നഗരം. ആക്ച്വലി ജയന്റ് വീലിൽ കയറിയിട്ട് വലിയ അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ജയന്റ് വീലിൽ കയറിയത്. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്.
എന്താ ഒന്നും മൊഴിയത്ത് മതി എന്താ കുഴപ്പം ഇവര് നിർത്താളാരും മറന്നുകൊണ്ട് കയ്യിലൊരു S23 ഉണ്ടായിട്ടും ജയന്റ് വീലിൽ കയറിയിട്ടും അറ്റ്ലീസ്റ്റ് ആ ലണ്ടൻ ഐയെങ്കിലും സൂം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് അത് സൂം ചെയ്തത്. അപ്പോൾ ലണ്ടൻ ഐയും ഒരു ജയന്റ് വീലൊക്കെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മളതിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് വിൻഡോ വണ്ടർലാൻഡ്. അത്യാവശ്യം തിരക്കുണ്ട്. റെയിനി ഡേ ഒക്കെ ആണെങ്കിലും ന്യൂ ഇയർ ഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ വിൻഡോ വണ്ടർലാൻഡ് ജേർണി.